ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കേരളത്തിൽ മഴക്കാലത്തെ തുടർന്ന് ഷിഗല്ല അണുബാധ പടർന്നു പിടിക്കുകയാണ്. ഇത് പ്രധാനമായും ബാധിക്കുന്നത് കുട്ടികളെയാണ്. ഷിഗല്ല ബാക്ടീരിയ പടരുന്നത് മലിനമായ ജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ്. ഷിഗല്ല അണുബാധയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ കഠിനമായ വയറുവേദന, ശക്തമായ പനി, കഠിനമായ ഛർദി, മാത്രമല്ല വയറിളക്കവും ഉണ്ടാകാം. വയറിളക്കം മലത്തിൻ്റെ കൂടെ രക്തവും. ഷിഗല്ല അണുബാധയെ എങ്ങനെ പ്രതിരോധിക്കാം? കുട്ടികൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. തുറന്നു വെച്ചതോ അല്ലെങ്കിൽ പഴകിയതുമായ ഭക്ഷണം കഴിക്കാതിരിക്കുക. വീട്ടിൽ കിണറോ അല്ലെങ്കിൽ വെള്ള സ്രോതസ്സുകളോ ഉണ്ടെങ്കിൽ അത് സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്ത് അണുവിമുക്തമാക്കാനും ശ്രദ്ധിക്കണം. ഇത് കൂടാതെ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. കൂടാതെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്തിട്ടും എന്തെങ്കിലും ഇതിപ്പോൾ മുൻ പറഞ്ഞ ഏതെങ്കിലും ഷിഗല്ല അണുബാധയുടെ ലക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ കണ്ടു വരുന്നുണ്ടെങ്കിൽ നീർജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ORS ലായനി തുടങ്ങിയവയൊക്കെ കൊടുക്കാവുന്നതാണ്. ഉടൻ തന്നെ എന്നിട്ടും ലക്ഷണങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറുടെ ചികിത്സ ഉറപ്പാക്കേണ്ടതാണ്.